ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ഗൗരവകരമായ ഒരു വിഷയത്തിലേക്ക് കൂടി ഇതൊന്ന് പോകേണ്ടതുണ്ട്. നേരത്തെ തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞതാണ് ഈ CJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ ചില ദേശവിരുദ്ധ ശക്തികൾ ഉണ്ട് എന്ന്. ഐസൺ ഇന്നത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഭാരതത്തിന്റെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ CJPക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വരുന്നത്. ഏതറ്റം വരെയും നിങ്ങൾ പോകൂ, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ആ വിഷയം? തീർച്ചയായും അത് തന്നെയാണ് നീലിമ ഇതിൽ ഏറ്റവും ഗുരുതരമായൊരു വിഷയമായി എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ എനിക്കൊരു നിർദ്ദേശമുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വാർത്തകളിൽ കാണിച്ചിരുന്നു, അതിപ്പോൾ സ്ക്രീനിൽ കാണേണ്ടതാണ്. അത് കൃത്യമായി അത് കാണേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഇൻ ദ ഗ്ലോറിയസ് ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് സ്റ്റുഡൻസ് ഹാവ് ഓൾവേസ് ബീൻ ഇൻ ഫോർഫ്രണ്ട് ഓഫ് ദ സ്ട്രഗിൾ ഫോർ ദ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ഒരു വരിയാണ് അതിൽ. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഒരു വരിയാണ് ഇപ്പോൾ വായിച്ചത്. അതാ ഔദ്യോഗികമായി ഞാനിത് പറഞ്ഞത്, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല. അത് ബംഗ്ലാദേശിൽ എന്താണോ ഉണ്ടായത് അത് ഇവിടെ ആവർത്തിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ. ഇവിടെയാണ് ഈ പ്രശ്നം. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ആ കലാപത്തെ കൊണ്ടു നടന്നത് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിവിടെ കാലങ്ങളോളം നമ്മൾ വാർത്തകൾ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്ന ഒരു വിഷയമുണ്ട്. കലാപം നടക്കുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ ഈ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ഈ വക വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഈ രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിക മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാനൊക്കെ, മുസ്ലിം രാഷ്ട്രം എന്ന് പറയുന്നതിനെ അവരുടെ വിശ്വാസപരമായ വിഷയമല്ല ഞാൻ പറയുന്നത്. വിശ്വാസപരമായ വിഷയം വേറെയാണ്. ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ദൈ കിങ്ഡം കം എന്നൊക്കെ പറയുന്നത് ദൈവരാജ്യം വരട്ടെ എന്നാണ്. ദൈവരാജ്യം വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക അല്ല. അപ്പോൾ ഈ വിശ്വാസ പ്രശ്നമല്ല പറയുന്നത്, അവരുടെ ഇസ്ലാമിക ഭീകര സ്വഭാവത്തെ മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത്, മറ്റൊന്നും പരാമർശിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റുകളാക്കി ഇതിനെ മാറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കളമൊരുക്കുന്നൊരു നീക്കം നടത്തുന്നു എന്നതാണ്. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. എനിക്കിതിൽ കുറേ കൂടി കൗതുകം തോന്നിയത് ഈ വിഷയത്തിൽ ഇടപെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു പ്രശ്നമാണ്. അവർ നേരിടുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ ഓർത്തെടുക്കുകയായിരുന്നു. ഈ ദേശവിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ഇത്തരം സ്വഭാവമുള്ള സംവിധാനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെന്തിനു വേണ്ടിയാണ്? പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ്, 4 പേരെ അറിയാൻ വേണ്ടി മാത്രമാണ്. അത്തരത്തിൽ പല തമാശകളും ഇദ്ദേഹം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ഞാൻ വെറുതെ പറഞ്ഞതല്ല തമാശ എന്ന്. ഫിഷിംഗ് ബോട്ടിൽ പോയി വെള്ളത്തിലെടുത്ത് ചാടി. എന്നിട്ട് KPCC പ്രസിഡന്റ് ചോദിക്കുന്നു, പിണറായി വിജയന് ചാടാൻ പറ്റുമോ? പിണറായി വിജയന് ചാടാൻ പറ്റുമോ? വയസ്സായ ഒരാൾക്ക്? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് പോലും പറ്റില്ല വെള്ളത്തിൽ ചാടാൻ. അത് പോട്ടെ. എന്നിട്ട് വേറൊരു വിഷയമുള്ളത് അത് ഒന്ന്. അടുത്തത് ലോറിയിൽ ട്രക്ക് ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ലോറിയിൽ സഞ്ചരിക്കുന്നു. അവിടെ തന്നെ അദ്ദേഹം രാഷ്ട്രീയപരമായ ഒരു ബോധ്യത്തിലല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഒന്നാമത്തെ തെളിവാണ്. കാരണം INTUC-യുടെ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ ഒരു ദേശീയ അധ്യക്ഷനോട് വിളിച്ചു ചോദിച്ചാൽ അറിയാത്ത ഒരു മോട്ടോർ തൊഴിലാളി പ്രശ്നവും തൽക്കാലം ഈ ഇന്ത്യയിലുണ്ടായിട്ട് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. CITU ആവാം, BMS ആകാം, ഏത് പാർട്ടിയോട് അദ്ദേഹം അന്വേഷിക്കട്ടെ. അത്തരത്തിൽ പൊതു രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു സമരവീതിയിലൂടെ വളർന്നു വന്ന നേതാവല്ല അദ്ദേഹം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സമരവീതിയിലൂടെ വളർന്നു വന്ന നേതാവല്ലാത്തൊരു വ്യക്തിക്ക് ഇന്നൊരു സമരാനുഭവം ഉണ്ടായി എന്ന ഒരു പോസിറ്റീവ് വശം ഞാൻ കാണുന്നുണ്ട്. ആ സമരം എന്തിനു വേണ്ടിയാകട്ടെ, ശരിയോ തെറ്റോ എന്തായാലും ഒരു പ്രതിഷേധം ഒരു തെരുവിൽ നടക്കുന്നു, തെരുവിൽ പ്രതിഷേധത്തോടൊപ്പം നിൽക്കുന്നു, പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് വാർത്ത പുറത്തൊക്കെ വരുന്നത് പല ചാനലുകളിലും. അത്തരത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയെങ്കിൽ അതൊരു സമരത്തിൻ്റെ രീതിയാണ്. അങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോയവരാണ് പല നേതാക്കന്മാരും. VS അച്യുതാനന്ദൻ്റെ കാലിൽ ബയണേറ്റ് കൊണ്ട് കുത്തിയ പാടുണ്ട്, കണ്ടിട്ടുണ്ട് പലപ്പോഴൊക്കെ. അതുപോലെ തന്നെ ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ചരിത്രത്തിൽ. അടിയന്തരാവസ്ഥ കാലത്ത് എത്രയോ നേതാക്കന്മാരുടെ കഥ നമുക്കറിയാം. അത്തരത്തിൽ ഒരുപാട് സമരവീഥികളിലൂടെ വളർന്നു വന്ന ഒരു നേതാവായി മാറാൻ അദ്ദേഹത്തിനൊരു അനുഗ്രഹമായത് മാറട്ടെ. യാഥാർത്ഥ്യബോധത്തോടെ അയാൾ പ്രശ്നങ്ങൾ കാണട്ടെ എന്നാണ് എനിക്കിതിലൊരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമുള്ളത്. മറ്റൊരു നിർണായക വിഷയം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഈ രാജ്യവിരുദ്ധമായ ചില നിലപാടുകൾ കൃത്യമായും ഇവിടെ പ്രയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? അവിടെയാണ് ഒരു സംശയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പല കാര്യങ്ങളിലും ഇങ്ങനെ സംശയം ജനിക്കുന്ന ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് ഈ കെട്ടുറപ്പില്ലാത്തൊരവസ്ഥ, അതായത് കോൺഗ്രസിനായാലും ഈ പ്രതിപക്ഷ പാർട്ടികൾക്കായാലും ജനങ്ങൾക്കിടയിൽ ഒരു കെട്ടുറപ്പോടെയുള്ള ഒരു ഇടപെടൽ നടത്തുന്ന അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ ദുർബലമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. അതാണ് ഈ ഇസ്ലാമിക പ്രീണനത്തിലേക്ക് നിൽക്കുന്നത്. അതായത് മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക, ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്ന പെന്തക്കോസ്റ്റ് വോട്ട് ബാങ്ക്,
പെന്തക്കോസ്ത് വോട്ട് ബാങ്ക് ഉണ്ട്. പെന്തക്കോസ്ത് വോട്ട് ബാങ്ക് എന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നില്ല. ചില പെന്തക്കോസ്ത് വിശ്വാസങ്ങളുടെ പേരിൽ ചില തട്ടിപ്പ് നടത്തുന്നവരെ പോലും ഒന്നും ചെയ്യാതിരിക്കുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള രീതികളിലൊക്കെ പോകുന്നത് ഒരു ഉറച്ച രാഷ്ട്രീയ അടിത്തറയില്ലാത്തതാണ്. ഈ രാഷ്ട്രീയ അടിത്തറയില്ലായ്മ വലിയൊരു ഗുരുതര പ്രശ്നമാണ്. അടിത്തറയില്ലാത്ത രാഷ്ട്രീയവും ഈ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന രീതിയും ഈ രാജ്യത്തിന് മുന്നിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്.